ഹലോ, നല്ല വെയിലാട്ടോ, നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാണ്. ഞാനതിന് സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഭയങ്കര വെയിൽ വെച്ചാൽ ഭയങ്കര വെയില്, നല്ല ചൂട്, രക്ഷയില്ല. പിന്നെ എന്താ പറയാൻ വന്നേ, അതുകൊണ്ട് മാസ്ക്, പിന്നെ ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുകയാണ്. ഇവിടെ ഫുള്ള് റോഡ് പണിയാണ് എല്ലായിടത്തും. അപ്പോൾ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാസ്ക് വെച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. പിന്നെ അതുപോലെ ഗ്ലാസ്, കൂളിംഗ് ഗ്ലാസ്, ഇത് എനിക്കിപ്പോൾ നന്ദ് പുതിയത് വാങ്ങി തന്നാട്ടോ. നന്ദ് പുതിയ ഗ്ലാസ് വാങ്ങി തന്നാണ്, എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. നന്ദും പറഞ്ഞു എൻ്റെ അടുത്ത് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് അമ്മയ്ക്ക് കാണാനായിട്ട്. ഞാൻ മുമ്പൊരു ഗ്ലാസ് മേടിച്ച് വെച്ചത് അവന് ഇഷ്ടമായിട്ടില്ലായിരുന്നു. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു കൊള്ളൂല കാണാനായിട്ട്, ഭയങ്കര വലുതായിട്ട്. പക്ഷെ അത് നല്ല റേറ്റിൻ്റെയാണ്, പക്ഷെ കാണാൻ കൊള്ളൂലെന്ന് തന്നെയാണ് പറഞ്ഞത്. എങ്കിലും ഞാനത് കുറേ ഉപയോഗിച്ചു. ലാസ്റ്റ് ഞാനത് ഒഴിവാക്കി. അപ്പോൾ എനിക്ക് നന്ദ് പുതിയ എനിക്കൊരു ഗ്ലാസ് വാങ്ങി തന്നു കേട്ടോ. പിന്നെ പൂരത്തിന് നാട്ടിലൊക്കെ പോയി വന്നു. പൂരത്തിന് പോയി വന്നപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി വീട്ടിയിട്ടിട്ടേ ആരോ എൻ്റെ സ്പീക്കർ എടുത്തുണ്ട്. ഞാൻ ഒരുപാട് സമയമെടുത്ത് കുറേ സ്പീക്കർ വാങ്ങിയിരുന്നു. മാർക്കറ്റിലെ ചായ കച്ചവടത്തിന് പോകുന്ന ടൈമിൽ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇടയ്ക്കൊക്കെ വാങ്ങും, കംപ്ലൈൻ്റ് ആവും, പോകും. അങ്ങനെ ലാസ്റ്റ് വാങ്ങിയപ്പോൾ ഒരു 600 രൂപയ്ക്ക് കിട്ടിയത് നല്ല സ്പീക്കറായിരുന്നു കേട്ടോ. അത് ഇപ്പോൾ 2 വർഷം ആവാനായി. കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ അതാരും അടിച്ചു മാറ്റി കൊണ്ടുപോയി. അത് പോയി. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നൈറ്റ് ഓട്ടത്തിന് പോകുമ്പോൾ നമ്മൾ സ്റ്റേഷനിൽ പോയിട്ട് ഒപ്പിടില്ല, ഒരു നോട്ട്ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും, എൻ്റെ അഡ്രസ്സും, എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മളവിടെ സീൽ ചെയ്യിപ്പിച്ച് പിന്നെ ഡെയിലി ഒപ്പിടണം പോയിട്ട്. അപ്പോൾ ആ ബുക്ക് ആരോ എടുത്തുകൊണ്ട് പോയി. ഇനിയിപ്പോൾ രണ്ടാമതൊരു നോട്ട്ബുക്ക് വാങ്ങി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും ചെയ്തിട്ട് വേണം എനിക്ക് നൈറ്റോട്ട് എടുക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കി, ആ ബുക്കൊക്കെ ആരെടുത്തുണ്ടോ ഞാൻ ആലോചിച്ചെടുക്കും. അറിയില്ല ആരോ എടുത്ത് പോയി. പിന്നെ ഞങ്ങളുടെ വീട് റോഡ് സൈഡാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലാണ് ഒരുപാട് ആൾക്കാർ ബാത്റൂമിൽ പോകാനും പൂരത്തിൻ്റെ സമയത്ത് വണ്ടി വയ്ക്കാനും ബാത്റൂമിൽ പോകാനൊക്കെ നമ്മുടെ വീട്ടിലേക്കാണ് ഒരുപാട് ആൾക്കാർ വരിക. അപ്പോൾ ഒരുപാട് വണ്ടിയൊക്കെ നമ്മുടെ മുറ്റത്ത് ഉണ്ടാവും, കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്കറിയില്ല ആരെ അടുത്തുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ മുമ്പിൽ തന്നെ ഒരു മേളക്കാരെ ഇതുണ്ടായിരുന്നു, ഷെഡ് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളവിടെ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അവരാണെന്നല്ലാതെ ഞാൻ പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നു പോയ സമയമായിരുന്നു. അപ്പോൾ അത് വണ്ടി തന്നെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒക്കെ പോയി. കൂളിംഗ് ഗ്ലാസ് എടുക്കാൻ പറ്റിയില്ല, കാരണം അതിൻ്റെ പകുച്ച് മാത്രമേ വണ്ടിയിലുണ്ടായിരുന്നുള്ളൂ. ഗ്ലാസ് ഞാൻ പിന്നെ ഇവിടുന്ന് ഓട്ടോറിക്ഷ എടുത്തിട്ടാണ് പോയത് നാട്ടിലേക്ക്. അപ്പോൾ ഗ്ലാസ് വെച്ച് പോയതുകൊണ്ട് ഗ്ലാസ് ഞാൻ എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു കൂളിംഗ് ഗ്ലാസ് പോകാണ്ട് കിട്ടി. സന്തോഷം. വെയിൽ കോടതിയുടെ മുമ്പിലുള്ളത് ഞാൻ കേട്ടോ, ജില്ലാ കോടതിയുടെ മുമ്പിലുള്ളത്. ഇപ്പോൾ ഓട്ടം പോവും. അടുത്ത വണ്ടി ഞാനാണ്.